എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്രിസ്മസ് ക്രാഫ്റ്റുമായിട്ടാണ്. അപ്പോൾ കുറേ പേരായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസിൻ്റെ ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്തില്ല എന്ന് വേണ്ട. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഒരെണ്ണം തുടങ്ങാം. അപ്പോൾ ഇന്ന് ഞാൻ പഴയ CD വെച്ചിട്ടാണ് ഈ ഒരു നല്ല ക്രാഫ്റ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് CD വേണമെന്നില്ല, റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടും ഇതുപോലെ ചെയ്യാം. അപ്പോൾ അത് നിങ്ങളിനി CD ഇല്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ചെയ്യുന്നത് ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു വാൾ ഹാങ്ങിങ് ആണ്. നല്ലൊരു ക്രിസ്മസ് ക്രാഫ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഈ ഒരു ക്രാഫ്റ്റിന് 2 CD മതി. ഇനിയിപ്പോൾ ഒരുപാടെണ്ണം വേണമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ CD ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂടിയോ ഒരു ചെറിയ പ്ലേറ്റോ ഒക്കെ വെച്ചിട്ട് ഇത്തിരി കട്ടിയുള്ളൊരു പേപ്പർ കട്ട് ചെയ്തിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ എടുക്കുക കേട്ടോ. ആദ്യം 2 എണ്ണം വേണം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ CD വെച്ചിട്ട് ഒരു ക്രീം കളറുള്ള പേപ്പറിൽ ഒരു റൗണ്ട് വരയ്ക്കുകയാണ്. എന്നിട്ടത് ആ ഒരു സെയിം അളവിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു CDൻ്റെ അതേ അളവിലുള്ള ഒരു ക്രീം കളർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പേപ്പർ നമുക്ക് CDയിൽ ഒട്ടിക്കണം. അപ്പോൾ CD ഇല്ലെങ്കിൽ കട്ടിയുള്ള ഒരു കടലാസിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഇതുപോലെ ക്രീം കളർ പേപ്പർ ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റിന് നമുക്ക് ഗ്ലൂ ഗൺ ഇല്ലെങ്കിലും പ്രശ്നമില്ല, എല്ലാം തന്നെ നിങ്ങൾക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ CDയും ആ ഒരു ക്രീം കളർ പേപ്പറും തമ്മിൽ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ആ ഒരു CD വെച്ചിട്ട് ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ ഒരു റൗണ്ട് പോലെ വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് പകരം സാധാരണ റെഡ് കളറിലുള്ള കളർ പേപ്പർ ഇല്ലേ, അതെടുത്തിട്ട് ഇതുപോലെ ഒരു തൊപ്പിയുടെ ഷേപ്പാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തൊപ്പി നമുക്ക് CDയുടെ മുകളിൽ ഒട്ടിക്കാനുള്ളതാണ്. കുറച്ച് ഭാഗം CDയിലേക്ക് വരും, അതുപോലെ ബാക്കി പുറത്തോട്ടും വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടി വേണം. പുറത്തോട്ട് നിൽക്കുമ്പോൾ അതിന് കട്ടി വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് അത് കട്ടി പേപ്പറിൽ ഒട്ടിക്കുന്നുണ്ട് ഞാൻ. എൻ്റെ ഈ ഒരു ഫോം ഷീറ്റും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം കട്ടി പേപ്പറിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കളർ പേപ്പർ ആണെങ്കിൽ കളർ പേപ്പറും അതുപോലെ തന്നെ ഒരു കട്ടിയുള്ള കടലാസിൽ, അതായത് കാർഡ്ബോർഡിൻ്റെ പീസോ അല്ലെങ്കിൽ നമ്മുടെ നോട്ട്ബുക്കിൻ്റെ ഒക്കെ ചട്ടി ഉണ്ടാവില്ലേ, അങ്ങനത്തെ പേപ്പറിലോ ഒട്ടിച്ചെടുക്കുക. അളവിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് നോക്കി കറക്റ്റ് ആക്കിയാൽ മതി കേട്ടോ. ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് കറക്റ്റ് CDയിൽ ഒട്ടിക്കാൻ പറ്റുന്നതിനേക്കാളും വലുപ്പം ഉണ്ടെങ്കിൽ ഒന്ന് സൈഡൊക്കെ കട്ട് ചെയ്ത് ശരിയാക്കുക. അപ്പോൾ കുറച്ച് ഭാഗം നമ്മളിങ്ങനെ CDയിലേക്ക് കടത്തിയിട്ട് ഒട്ടിക്കും, ബാക്കി ഇങ്ങനെ പുറത്തോട്ട് നിൽക്കും. അങ്ങനെയാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് ഇതിനെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കട്ടിയുള്ള ബുക്കിൻ്റെ ചട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതിൽ ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ ആ ഒരു താഴെ ഭാഗത്ത്, അതായത് സൈഡ് ഭാഗത്ത് മാത്രം കുറച്ച് ഗമ്മാക്കിയിട്ട് CDയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ ഒരു 2 ഇഞ്ചൊക്കെ വേണമെങ്കിൽ പറയാം, അത്ര മാത്രമേ ഇങ്ങോട്ട് ഇങ്ങനെ ഇറക്കി വെക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നല്ലൊരു കറക്റ്റ് ഷേപ്പ് ആയിരിക്കണം. ആ ഒരു CDയോട് യോജിച്ചിരിക്കണ്ടേ. അതിനാണ് നേരത്തെ നമ്മളത് കറക്റ്റ് ഷേപ്പ് നോക്കിയിട്ട് വെട്ടണം എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അത് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 കണ്ണ് വേണം. അപ്പോൾ കണ്ണിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പൊട്ടും എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഗുളികയുടെ കവറില്ലേ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് പരിപ്പ് പോലെ എന്തെങ്കിലുമൊക്കെ കളർ ചെയ്തിട്ട്, ബ്ലാക്ക് കളർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു മെഡിസിൻ്റെ സ്ട്രിപ്പിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ഗൂഗിളി ഐസ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നില്ല. ഒരു വെള്ള പേപ്പറിൽ ഈ ഒരു പൊട്ട് ഒട്ടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ പൊട്ടില്ലെങ്കിൽ വെറുതെ ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഒരു സ്പോട്ട് വരച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മെഡിസിൻ സ്ട്രിപ്പും കൂടെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമല്ലോ, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കാണാൻ. ഈ ഒരു കണ്ണുകൾ എനങ്ങില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിളി ഐസ് ഉണ്ടാക്കിയിടുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എനങ്ങും. അപ്പോൾ കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിത് പെയിൻ്റൊക്കെ ചെയ്താൽ പിന്നെ അത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് വേഗം ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ നമ്മൾ മെഡിസിൻ സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് പൊട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് ഒരു കണ്ണ് പോലെ എടുക്കുക കേട്ടോ. ഈ കണ്ണും പേപ്പറും തമ്മിൽ ഒട്ടട്ടെ, എന്നിട്ട് കട്ട് ചെയ്യാം. അതിനു മുമ്പ് ഞാനൊരു മീശയുടെ ഷേപ്പും ഈ ഒരു വെള്ള പേപ്പറിൽ വരച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വരയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് മനസ്സിലാവും, അതുപോലെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മീശ റെഡി ആയിട്ടുണ്ട്, പിന്നെ കണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടയിലൊരു മൂക്കും കൂടി വേണ്ടേ. അപ്പോൾ ഞാനൊരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു ഫോം ഷീറ്റ് എടുത്തു. എന്നിട്ട് അതൊരു മൂക്കിൻ്റെ പോലെ എന്ന് പറയാം, ആ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് മൂക്കിൻ്റെ പോലെ ഒന്നും ഇല്ല, എന്നാലും എനിക്കറിയുന്ന പോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. ഇത് ഒട്ടിക്കുന്നതിനേക്കാളും മുന്നേ നമുക്ക് കണ്ണ് ഒട്ടിക്കാം. അപ്പോൾ കണ്ണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, നന്നായിട്ട് ഉണങ്ങിയിട്ട് കട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു മെഡിസിൻ്റെ സംഭവം ഒട്ടിച്ചത് കൊണ്ട് വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ചിട്ട് പതുക്കെ കട്ട് ചെയ്യുക. നന്നായിട്ട് ഉണങ്ങിയിട്ടാണെങ്കിൽ പിന്നെ വിട്ടു പോരില്ല.
ഇനി ഞാൻ കണ്ണ്, മൂക്ക്, അതുപോലെ തന്നെ മീശ ഒക്കെ ഒന്ന് ഒട്ടിക്കട്ടെ. അപ്പോൾ മീശ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല അല്ലേ, അതിങ്ങനെ ലൈറ്റിൻ്റെ ഇതിൽ വരുമ്പോഴേ വെള്ള കളർ അത്ര ക്ലിയർ ആയിട്ട് വരില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി നമുക്കിതിൽ കുറച്ച് പഞ്ഞി വെച്ച് സെറ്റപ്പ് ആക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പഞ്ഞികൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ പീസുകൾ എടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ആക്കുക, ചെറിയ ചെറിയ ബോൾസ് പോലെ. വല്ലാണ്ട് ഇങ്ങനെ ഫോഴ്സിൽ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ ഒരു ബോൾ പോലെ വരും. എന്നിട്ട് നമുക്കത് ഒന്ന് ഇതിൽ ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ കോട്ടൺ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അധികം ഫോഴ്സ് ചെയ്യണ്ട. അപ്പോൾ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വൃത്തി ഉണ്ടാവില്ല, ആകെ അമങ്ങി പോവും. അപ്പോൾ പതുക്കെ പതുക്കെ ഷേപ്പ് ചെയ്ത് ബോൾസ് ആക്കിയിട്ട് ഒട്ടിക്കാം. അപ്പോൾ ഈ ബോൾസ് ഞാൻ ആദ്യം തൊപ്പിയുടെ സൈഡിൽ ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. നിരത്തി ഇങ്ങനെ നീളത്തിൽ ഗമ്മ് തേച്ച് പിടിപ്പിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, ഇത് ഒട്ടിക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ വേഗം ഒട്ടിക്കാം. അപ്പോൾ ഒരുപാട് പഞ്ഞി വേണമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഞാൻ വിചാരിച്ചത് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് അധികം പഞ്ഞി വേണ്ടി വരുന്ന, പക്ഷേ എടുത്തിങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കണോണ്ടേ കുറച്ച് എടുക്കുമ്പോഴേക്കും ആയിക്കോളും. അതുകൊണ്ട് ചെയ്യാതൊന്നും ഇരിക്കരുത്. അപ്പോൾ തൊപ്പി കഴിഞ്ഞു, ഇനി താടി വെക്കാം അല്ലേ. അപ്പോൾ താടിക്ക് ഇതുപോലെ തന്നെ ആ ബോൾസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഫുള്ളും വെക്കുക കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് താടിക്ക് കുറച്ച് നീളം കൊടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡിൻ്റെ പീസ് ഇങ്ങനെ ആ ഒരു താടീൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ബാക്കിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോഴല്ലേ കറക്റ്റ് പഞ്ഞി വെക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തത് താടിക്കുള്ള ബേസാണ്. ഇനി ആ ബേസിലും ഇതേപോലെ തന്നെ ബോൾസ് ഒരു 5-6 കൂടെ ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ബോൾസ് ഉണ്ടാക്കുക, എന്നിട്ട് ഗമ്മ് തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ദേ ഇതുപോലെയാണ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു ചുണ്ടിന് വേണ്ടിയിട്ട് ഒരു റെഡ് കളർ കൊടുക്കാം കേട്ടോ. ഇനി അതുപോലെ ഞാനിത് കൊളുത്തിയിടാനായിട്ട് ചെറിയൊരു ഇങ്ങനെ എന്തെങ്കിലും വേണ്ടേ കൊളുത്താൻ. അപ്പോൾ അതിനൊരു ലേസിൻ്റെ പീസ് എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. ഇത്രയ്ക്കും ആയപ്പോൾ എനിക്ക് തോന്നി ആ ഒരു പേപ്പർ കൊണ്ടുള്ള മീശ ഒരു ഭംഗിയില്ല. അപ്പോൾ ആ ഒരു പഞ്ഞിന്ന് തന്നെ ചെറിയൊരു മീശേൻ്റെ ഷേപ്പിൽ ഞാൻ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. മീശയ്ക്ക് വേണ്ടി നമ്മൾ കോട്ടൺ എടുക്കുമ്പോൾ നീളത്തിലാണ് എടുക്കേണ്ടത്. എന്നിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഒട്ടിച്ചു വയ്ക്കാം. കണ്ടോ, അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള വോൾ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ക്രിസ്മസിന് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കാം. ഇത്ര മതിയെങ്കിൽ ചെയ്യാൻ മടിയുള്ളവർക്ക് ഇത്ര വെച്ച് നിർത്താം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇത്ര വെച്ച് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. വേറൊരു ക്രാഫ്റ്റും കൂടെ ഉൾപ്പെടുത്താമെന്നാണ് കരുതിയത്. പക്ഷേ എനിക്ക് ഇത്ര എത്തിയപ്പോൾ തോന്നി ഇതിനൊരു ബോഡിയും കൂടെ വേണമെന്ന്. അപ്പോൾ അത് എനിക്ക് അപ്പോൾ തോന്നിയ ഐഡിയ പോലെ ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ അതും കൂടെ കണ്ടു നോക്കൂ. അപ്പോൾ ഞാൻ ആദ്യം ഒരു CD എടുത്തിട്ട് ഒരു റെഡ് പേപ്പറിൽ റൗണ്ട് വരച്ചിട്ട് അതിലൊട്ടിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ഒട്ടിച്ച പോലെ തന്നെ CDയിൽ റെഡ് പേപ്പർ ഒട്ടിച്ചു. എന്നിട്ട് പിന്നെ അടുത്തതായിട്ട് ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ബ്ലാക്ക് എടുത്തിട്ട് ഒരു ബെൽറ്റ് പോലെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ വളച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഒട്ടിക്കാം. പിന്നെ സെൻറ്റർ പീസായിട്ട് ഒരു ലേസും വെച്ച് കൊടുത്തു. ഇനി നമുക്കിതിൽ ഗമ്മ് തേച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കാം. ഇത് ഒട്ടിച്ച ശേഷം ഞാൻ കാലിൻ്റെ ഷേപ്പിലും കൂടെ 2 കാർഡ്ബോർഡിൻ്റെ പീസ് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തു. എന്നിട്ട് അതും ഒട്ടിക്കുകയാണ്. അപ്പോൾ കാലിന് ഒരു ഷൂ വേണ്ടേ, അപ്പോൾ അതിന് ഞാൻ ബ്രൗൺ കളറിലുള്ള ഫോം ഷീറ്റ് എടുത്തു. എന്നിട്ട് അതിലൊരു ഷൂവിൻ്റെ ഷേപ്പ് 2 കട്ട് ചെയ്തിട്ട് അതും ഒട്ടിച്ചു. ഇനി ഞാൻ റെഡ് കളറിലുള്ള ഫോം ഷീറ്റിൽ ഒരു സഞ്ചി പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ സാന്റാക്ലോസ് ഇങ്ങനെ തോളത്തൊരു ഗിഫ്റ്റിൻ്റെ സഞ്ചിയൊക്കെ ആയിട്ട്, കുട്ടികൾക്കുള്ള ഗിഫ്റ്റൊക്കെ നിറച്ച സഞ്ചിയായിട്ട് ഇങ്ങനെ വരുന്നതൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസെപ്റ്റിൽ ഞാൻ ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ. എന്താ എന്നുള്ളത് നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ കാല് കട്ട് ചെയ്ത പോലെ കൈയിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ ഇടയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ കയ്യിൽ പിടിക്കുന്ന പോലെ. അപ്പോൾ ഇത്രയ്ക്കായപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞു ഇവിടെ ഈ സൈഡിലൊരു കൈയും കൂടി ഉണ്ടെങ്കിലേ ഭംഗി വരുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഈ സൈഡിലും കൂടെ ഒരു കൈയിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുന്നുണ്ട്. കൈ ഇങ്ങനെ മടക്കി വെക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ പത്തിയുടെ സൈഡ് ആ ഒരു ബെൽറ്റിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പിടിക്കുന്ന പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കൈപ്പത്തി ഇങ്ങനെ ഏകദേശമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതും കൂടെ അതിൻ്റെ തുമ്പത്ത് വെച്ചു. അപ്പോൾ ദേ ഇത്രയ്ക്കും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ചെറിയൊരു പീസ് കൂടെ കൊടുക്കാം. ഇനി ഞാൻ ആ സഞ്ചിക്ക് ഒരു ബോ പോലെ വെച്ച് കൊടുക്കാനായിട്ട് ഇവിടെ ഗിഫ്റ്റൊക്കെ പൊതിയുമ്പോൾ നമ്മൾ കെട്ടി കൊടുക്കുന്ന ഒരു റിബണില്ലേ, അത് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പീസ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയൊരു ബോ പോലെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒട്ടിക്കുന്നുണ്ട്. ഷൂവിൻ്റെ അവിടെ ആ ഒരു ലേസിൻ്റെ ചെറിയ പീസ് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ടിത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു സാന്റാക്ലോസ്? ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ താഴെ പറയൂ കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കായപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഫസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഒരു വാൾ ഹാങ്ങിങ് ട്രൈ ചെയ്യുക. ക്രിസ്മസിന് ഇതൊന്ന് ഹാങ് ചെയ്തിടുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു ഐഡിയ ആണോ വലിയ ഐഡിയ ആണോ എന്നറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ തെങ്ങിൻ്റെ ഓലയില്ലേ, ഉണങ്ങിയിട്ടുള്ള ഓല വെച്ചിട്ടുള്ള 2 ക്രാഫ്റ്റ് ഐഡിയാസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ വീഡിയോ കാണാത്ത എല്ലാവരും കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കാം, അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ മോളുടെ ചാനലായിട്ടുള്ള ലോജിക് മാജിക് വിത്ത് പ്രാർത്ഥന എന്നാണ് ചാനലിൻ്റെ പേര്. ആ റിഡിൽസിൻ്റെ ചാനൽ, റിഡിൽസ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പ്രാർത്ഥനാസ് വേൾഡ് സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക്